നൂറ്റാണ്ടുകൾ പിന്നിട്ട് മലങ്കര സഭയുടെ ചരിത്രം ചുരുങ്ങിയ സമയത്ത് പറയുന്നത് പ്രായോഗികമല്ലെങ്കിലും ഞങ്ങൾ കഥാപ്രസംഗ രൂപേണ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ആദ്യമായി ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഞാൻ ഫാദർ എബി ഫിലിപ്പ്. പശ്ചാത്തലത്തിൽ ഗാനങ്ങൾ ഷിബു ചേപ്പാട്, റോബി രാമപുരം, മോൻസി കല്ലിമേ, സൈജു കുന്നം, അലിൻ മുട്ടം. കീബോർഡ് അരുൺ തോനക്കാട്, തബല സഞ്ജു തോനക്കാട്, ശബ്ദ നിയന്ത്രണം ഷംസുദ്ദീൻ, ഉദയ സൗണ്ട് ബാബു ഹരിപ്പാട്. അണിയറയിൽ കഥാരചന ജിബു കുര്യൻ ഷാർജ, ഗാനരചന അലക്സ് വർഗീസ് സാം തോമസ് ചാണ്ടപ്പള്ള സാം ഷാർജ. സാങ്കേതിക സഹായം റോണി കരിപ്പുഴ മാത്തുണ്ണി കുന്നം. അവതരണം ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം മാവേലിക്കര ഭദ്രാസനം. കലാസ്നേഹികളെ, പ്രൗഢമായി സദസ്സിൽ ഒരു കഥാപ്രസംഗം അവതരിപ്പിക്കുവാൻ ഇടയാക്കിയ സർവശക്തനായ ദൈവസന്നിധിയിൽ സ്തുതികൾ അർപ്പിച്ചുകൊണ്ടും മലങ്കര സഭയെ അതിയായി സ്നേഹിച്ച നമ്മുടെ പ്രിയ പിതാവ് പക്കോമ്പിയോസ് തിരുമേനിയുടെ പാവന സ്മരണകൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടും ഞങ്ങൾ ആരംഭിക്കുകയാണ്. നമ്മുടെ കർത്താവിന്റെ ശിഷ്യനായ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായി ലോകത്തിന്റെ നാനാഭാഗത്തും പരന്നു കിടക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സഭ. ഈ പരിശുദ്ധ സഭ ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ കാലാകാലങ്ങളിൽ അനുയോജ്യരായ ഇടയന്മാരെ ദൈവം തമ്പുരാൻ എഴുന്നേൽപ്പിക്കുന്നു. പരിശുദ്ധ സഭയുടെ ഇന്ന് വരെയുള്ള വളർച്ചയുടെ പിന്നിൽ ധാരാളം അഗ്നി പരീക്ഷകളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഓരോ അഗ്നി പരീക്ഷകൾ കഴിയും തോറും അഗ്നിയിൽ നിന്ന് സ്ഫുടം ചെയ്യിച്ച കനകക്കട്ടി പോലെ മലങ്കര സഭ തേജസ്സോട് എഴുന്നേറ്റ് വരുന്നു. കൂനങ്കുരിശ് സത്യത്തിലൂടെയും കാതോലിക്കൻ സ്ഥാപനത്തിലൂടെയും നേടിയെടുത്ത സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ സഹന സമരത്തിലൂടെ തന്റെ ജീവൻ വരെ നൽകുവാൻ തയ്യാറായ മലങ്കരയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് പൗലോസ് തിതിയൻ കാതോലിക്ക ബാബായ്ക്കും അഭിവന്ദ്യ സേവോറിയോസ് തിരുമേനിക്കും അഭിവാദനങ്ങളും പിന്തുണകളും അർപ്പിച്ചുകൊണ്ട് ഈ കലോപഹാരം ആ പരിശുദ്ധ പിതാക്കന്മാരുടെ തൃപ്പാദങ്ങളിൽ ആദരപൂർവ്വം സമർപ്പിക്കുന്നു. മാർത്തോമാ ശ്ലീഹായുടെ ആഗമനത്തോടെ ഭാരതത്തിൽ ആരംഭിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ ചരിത്രം സംഭവബഹുലവും സുദീർഘവുമാണ്. 1-ാം നൂറ്റാണ്ടിൽ മാർത്തോമാ ശ്ലീഹ ഭാരത മണ്ണിൽ സഭ സ്ഥാപിക്കുകയും 16-ാം നൂറ്റാണ്ട് വരെ ഒരു വിദേശ സഭകളുടെയും കടന്നാക്രമണം കൂടാതെ വംശവിശുദ്ധിയോട് നിലനിൽക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് വന്ന പോർച്ചുഗീസുകാർ മുതൽ ഒരു മുസ്ലിം രാജ്യത്ത് ദൗത്യബോധമില്ലാതെയും മർത്തമില്ലാതെയും ശുഷ്കിച്ചും ശോഷിച്ചും കഴിഞ്ഞ അന്ത്യോക്യൻ സഭ വരെ മലങ്കര സഭയ്ക്കൊരു കണ്ടകോടാലിയായി തീർന്ന സർവചരിത്രം പഠിച്ചാലേ അവരുടെ അക്രൈസ്തവ പ്രവർത്തനങ്ങളുടെ ആഴം മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹ ഭാരതത്തിൽ വന്നതിന്റെ 1960-ാം വാർഷികവും മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിന്റെയും പൗരാണികതയുടെയും പ്രതീകമായ കാതോലിക്കത്തിന്റെ ശതാബ്ദിയും ആഘോഷിക്കുന്ന ഈ വേളയിൽ, അതിനായി മറൈൻ ഡ്രൈവിൽ നസ്രാണി മഹാസംഗമം കൂടുന്ന ഈ വേളയിൽ അഭിമാന പുരസ്സരം ഞങ്ങൾ അവതരിപ്പിക്കുന്നു പരിശുദ്ധ മാർത്തോമൻ പൈതൃക വഴിയെ. ശിഷ്യൻ തോമാ ശ്ലീഹ
സുവിശേഷത്തിൻ ദൗത്യവുമായി ഭാരതമണ്ണിൽ നിങ്ങൾ പോയി ലോകമൊക്കെയിലും സുവിശേഷം അറിയിപ്പിൻ എന്ന കർത്തൃവചനം പരമാവധി നിറവേറ്റി. അതിനുവേണ്ടി പട്ടിണിയോ പീഡനമോ മരണമോ എന്തു തന്നെയായാലും സഹിക്കുക എന്ന തീരുമാനമെടുത്തുകൊണ്ട് അപ്പോസ്തലന്മാരിൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച് മാർത്തോമാ ശ്ലീഹ പേർഷ്യയിലെ തന്റെ ദൗത്യത്തിന് ശേഷം സുവിശേഷത്തിൻ ദൗത്യവുമായി ഭാരതമണ്ണിൽ AD 52 കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങിയ മാർത്തോമാ ശ്ലീഹ നാനാ ജാതി മതസ്ഥരോടായി സുവിശേഷം അറിയിച്ചു. 4 കുടുംബങ്ങളിൽ നിന്ന് കള്ളി, കള്ളിയാങ്കൽ, പകലോമറ്റം, ശങ്കരപുരി ഏതാനും പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് പൗരോഹിത്യ സ്ഥാനവും നൽകി. തോമാസ് ശ്ലീഹയുടെ ജീവിതം കണ്ട് കേരളക്കരയിലുള്ളവർ വിളിച്ചു പറഞ്ഞു, തോമയെ കണ്ട ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടുവന്നു. അത്രമേൽ ധന്യമായിരുന്നു ആ വാക്കുകളും പ്രവർത്തനങ്ങളും ജീവിതവും. അതുകൊണ്ട് തന്നെ അനേകർ ക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനമേറ്റു. AD 72 ഡിസംബർ 18 മദ്രാസിലെ ചിന്നമല എന്ന കുന്നിൽ വെച്ച് മതമൗലികവാദികളുടെ കുന്തം കൊണ്ട് കുത്തേറ്റ് ചോര വാർന്നൊഴുകി പിടഞ്ഞു പിടഞ്ഞ് രക്തസാക്ഷി മരണം പ്രാപിച്ചു. ആദിമകാലത്ത് തന്നെ മലങ്കര സഭ പേർഷ്യൻ സഭയുമായി സംസർഗത്തിലായിരുന്നു. അവിടെ നിന്ന് ബിഷപ്പുമാർ മലങ്കരയിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. അവരെ ആദരപൂർവം മലങ്കര മക്കൾ സ്വീകരിക്കുകയും ആ പിതാക്കന്മാർ മലങ്കര നസ്രാണികളെ ആദരപൂർവം കാണുകയും ചെയ്തു. 17-ാം നൂറ്റാണ്ട് വരെ തദ്ദേശീയരായ അർക്കദിയോക്യന്മാർ മലങ്കരയുടെ സഭയുടെ ഭരണം നിർവഹിച്ചു വന്നു. 1498 വാസ്കോഡിഗാമയുടെ നേതൃത്വത്തിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ എത്തി. 1530 ആയപ്പോഴേക്കും മലങ്കര സഭയെ റോമൻ നുഖത്തിലാക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ആർച്ച് ബിഷപ്പ് മെനസിസ് 1599 ജൂൺ മാസം 20-ാം തീയതി ഉദയംപെരൂർ സിനഹദോസിലൂടെ മലങ്കര സഭയെ റോമൻ നുഖത്തിലാക്കി. എന്നാൽ നസ്രാണികളുടെ ഇടയിൽ അമർഷം പുകഞ്ഞുകൊണ്ടേയിരുന്നു. നസ്രാണികളുടെ ആവശ്യപ്രകാരം പേർഷ്യയിൽ നിന്നെത്തി അകത്തള്ള എന്ന മെത്രാനെ പോർച്ചുഗീസുകാർ കൊച്ചി കായലിൽ മുക്കിക്കൊന്നു. അടിമനുഖം വലിച്ചെറിയാൻ വെമ്പൽ കൊണ്ടിരുന്ന നസ്രാണികൾ സടകുടഞ്ഞെഴുന്നേറ്റു. ഒരു സ്വതന്ത്ര സമുദായത്തിന്റെ സ്വാതന്ത്ര്യ വിപ്ലവം. വിദേശ മേൽക്കോയ്മയ്ക്കെതിരെ ഭാരതമണ്ണിൽ ഉയർന്ന ആദ്യത്തെ വിമോചന ശബ്ദം. ആയിരക്കണക്കിന് നസ്രാണികൾ മട്ടാഞ്ചേരി പള്ളിയിലെ കൽക്കുരിശിൽ ആലാത്തുകൾ കെട്ടി അതിൽ പിടിച്ചുകൊണ്ട് വിപ്ലവകരമായ പ്രതിജ്ഞ ചെയ്തു. ക്രിസ്ത്യാനികൾ ഞങ്ങൾ ഒന്നിച്ചൊന്നായി പറയുന്നു. ക്രിസ്ത്യാനികൾ ഞങ്ങൾ ഒന്നിച്ചൊന്നായി പറയുന്നു. സന്തതി പരമ്പര വാഴും കാലം വേണ്ടേ വേണ്ട ഞങ്ങൾക്ക് റോമാ സഭയുടെ മേൽക്കോയ്മ, റോമാ സഭയുടെ മേൽക്കോയ്മ, റോമാ സഭയുടെ മേൽക്കോയ്മ.
ഇട്ടിത്തൊമ്മൻ കത്തിനാർ ചൊല്ലിക്കൊടുത്ത ഈ പ്രതിജ്ഞയാണ് സുപ്രസിദ്ധമായ കൂനൻ കുരിശിൻ സത്യം. 2 ലക്ഷം അംഗങ്ങളുള്ള ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് 400 പേർ ഒഴിച്ച് ബാക്കി എല്ലാവരും മലങ്കര സഭയിൽ തന്നെ നിലനിന്നു. തുടർന്ന് മാർത്തോമ മെത്രാന്മാരുടെ നേർഭരണത്തിന് കീഴിൽ മലങ്കര സഭ മുന്നോട്ട് പോയി. സ്വാധീനങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും ആകൃഷ്ടരായി പലരും മലങ്കര സഭയെ വഞ്ചിച്ച് റോമൻ സഭയിൽ ചേർന്നു. കത്തോലിക്ക സഭ മലങ്കര സഭയെ നശിപ്പിക്കുവാനായി കുൽസിത ശ്രമങ്ങളുമായി രംഗപ്രവേശനം ചെയ്തു. അതിനെ അതിജീവിക്കുവാൻ മലങ്കര സഭ വിവിധ വിദേശ സഹോദര സഭകളുമായി ബന്ധപ്പെട്ടു. അങ്ങനെ ഒടുവിൽ അന്ത്യോക്യൻ സഭയുമായി സഭ സംസർഗത്തിലായി. പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ ആരംഭം ഇന്ത്യ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായി. ആംഗ്ലിക്കൻ മിഷണറിമാർ നവീകരണ ആശയങ്ങൾ മലങ്കര സഭയിൽ പ്രചരിപ്പിക്കുവാൻ തുടങ്ങി. കേണൽ മൺറോയുടെ പിന്തുണയോട് കൽക്കട്ട ബിഷപ്പ് വിൽസൺ നവീകരണ ആശയങ്ങൾ മലങ്കര സഭയിൽ അടിച്ചേൽപ്പിക്കുവാനും മലങ്കര സഭയുടെ അസ്തിത്വം തന്നെ തകർത്തെറിയാനും ശ്രമിച്ചു. ഈ സമയത്ത് മലങ്കര സഭയുടെ വീരപുത്രൻ പള്ളിപ്പാട്ട് ആഞ്ഞിലുകൂട്ടിൽ തറവാട്ടിൽ ജനിച്ച പുണ്യവാൻ ചേപ്പാട് ഫിലിപ്പോസ് മാർ ദിവന്യാസിയോസ് മാവേലിക്കര പടിയോല എന്ന മഹാസമ്മേളനം വിളിച്ചുകൂട്ടി ആംഗ്ലിക്കൻ വിശ്വാസത്തെ പുച്ഛിച്ചു തള്ളി മലങ്കര സഭയെ സത്യവിശ്വാസത്തിൽ നിലനിർത്തി. സഭകൾ എടിയിൽ വീഴാതെ സഭയാമാതാവിൻ പൈതൃകമാം വിശ്വാസത്തെ നേത്രത്തിൻ വഴി കാത്ത ചേർപ്പാടാം ദിവന്യാസോ സർവ്വതൻ ചൂടാരക്തം നീ പാവനനാ ജനകാ പ്രാർത്ഥിക്കാം. ഇതിന്റെ അനന്തരഫലമായി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഒരു വിഭാഗം സഭയിൽ ഭിന്നിപ്പുണ്ടാക്കി നവീകരണ സഭകളുമായി പുറത്തുപോയി. ഇന്നത്തെ മാർത്തോമ CSI സഭകൾ ഇതിന്റെ പരിണിത ഫലങ്ങളാണ്. 1875 പത്രോസ് പാത്രികീസ് മലങ്കര സഭ സന്ദർശിക്കുന്നു. മുളന്തുരുത്തി സുനഹദോസിലൂടെ മലങ്കര സഭയിൽ അധികാരം സ്ഥാപിക്കാൻ ശ്രമിച്ചു. എന്നാൽ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെയും പുലിക്കോട്ടിൽ തിരുമേനിയുടെയും പ്രാർത്ഥന നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ഈ സമയത്ത് മലങ്കരയിൽ ഒരു വെള്ളി നക്ഷത്രം ഉദിച്ചുയർന്നു. മലങ്കര സഭയുടെ ഉരുക്കുകോട്ട, വേദശാസ്ത്ര പണ്ഡിതൻ, ആത്മീയതയുടെ നിറകുടം, സമുദായത്തിന്റെ കണ്ണിലുണ്ടി. നിങ്ങൾക്കറിയാമോ ആരാണ് അദ്ദേഹം? അദ്ദേഹമാണ് പരിശുദ്ധനായ വട്ടശ്ശേരിൽ തിരുമേനി. നീരോടി സഭയെ കാത്ത ദിവന്യാസോസ് തിരുമേനി, നീരോടി സഭയെ കാത്ത ദിവന്യാസോസ് തിരുമേനി, പ്രതിസന്ധികളുടെ മധ്യത്തിൽ പ്രാർത്ഥനയോടെ നയിച്ചീ സഭയെ. ആ പരിശുദ്ധ പിതാവിന്റെ പ്രാർത്ഥനയുടെയും പ്രവർത്തനത്തിന്റെയും ഫലമായി സകല വെല്ലുവിളികളെയും അതിജീവിച്ച് 1912 സെപ്റ്റംബർ 15 നിരണം വലിയ പള്ളിയിൽ വെച്ച് അബ്ദേദ് മെസ്സിയ പാത്രികീസനാൽ മലങ്കരയിൽ കാതോലിക്കേറ്റ് സ്ഥാപിച്ചു. മുറിമറ്റത്തിൽ മാർ ഇവാനിയോസിനെ 1ാം കാതോലിക്കയായി വാഴിച്ചു. സിംഹാസനം സിംഹാസനം ഇത് കാതോലിക്ക സിംഹാസനം, സിംഹാസനം സിംഹാസനം ഇത് കാതോലിക്ക സിംഹാസനം.
തലമുറകൾ കൈമാറി വരുന്ന മാർത്തോമായുടെ സിംഹാസനം, മാർത്തോമായുടെ സിംഹാസനം, മാർത്തോമായുടെ സിംഹാസനം. 1928 വള്ളിക്കാട്ടിൽ പിതാവ് ഗീവർഗീസ് പ്രഥമൻ എന്ന പേരിൽ രണ്ടാം കാതോലിക്കയായി. 1929 കല്ലാശ്ശേരിൽ പിതാവ് ഗീവർഗീസ് തൃതീയൻ എന്ന പേരിൽ മൂന്നാം കാതോലിക്കയായും സ്ഥാനമേറ്റു. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ബദനിയുടെ മാർ ഇവാനിയോസ് മലങ്കര സഭയെ വഞ്ചിച്ച് റീത്ത് പ്രസ്ഥാനം ആരംഭിച്ചു. പാൽപ്പൊടികളും പണക്കിഴികളും ജോലി വാഗ്ദാനങ്ങളുമായി മലങ്കര സഭയിൽ നിന്ന് ചിലരെയൊക്കെ അടർത്തി മാറ്റി. 1934 ഫെബ്രുവരി 24 മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം തീരാ ദുഃഖത്തിന്റെ ദിനമായിരുന്നു. ദൈവഹിത പ്രകാരം മലങ്കര സഭയെ നയിച്ച് സഭയ്ക്ക് ഭരണഘടനയ്ക്ക് അടിസ്ഥാനമിട്ട സഭാഭാസുരൻ വട്ടശ്ശേരിൽ ദീവന്യാസിയോസ് ഇഹലോകവാസം വെടിഞ്ഞു. ഒന്നാം സമുദായ കേസിന് യാക്കോബായ വിഭാഗം തുടക്കം കുറിച്ചു. താൻ നേതൃത്വം കൊടുത്ത സമാധാന ശ്രമങ്ങൾ വിജയത്തിന്റെ വക്കിലെത്തിയതിൽ ശേഷം പരാജയപ്പെട്ടതിൽ കുണ്ഠിതനായ പാത്രികീസ് ഭാഗത്തിലെ ഔഗേൻ മാർ തീമോത്തിയോസ് യാക്കോബായ വിഭാഗത്തിന്റെ ചതികളെ പറ്റി ഓർമ്മപ്പെടുത്തിയതിനു ശേഷം പരിശുദ്ധ ബാബായെ സ്വീകരിച്ച് മലങ്കര സഭയിൽ ചേർന്നു. തുടർന്നുള്ള ഒരു പെസഹ വ്യാഴാഴ്ച ദിവസം രാവിലെ പിറവം പള്ളിയിൽ എഴുന്നള്ളിയ തീമോത്തിയോസ് തിരുമേനിയുടെ മുറിയുടെ കതക് യാക്കോബായക്കാർ അടിച്ചു തകർക്കാൻ ശ്രമിച്ചു. ക്രിസ്തീയ സുഹൃതങ്ങളുടെ നിറകുടം സൗമ്യനും ശാന്തശീലനുമായി തീമോത്തിയോസ് തിരുമേനി ഉറക്കത്തിൽ പോലും മസനാപ്സ മാറ്റാത്ത ആ പരിശുദ്ധ പിതാവ് കതക് തുറന്നു. മക്കളെ, നിങ്ങൾക്കിഷ്ടമില്ലെങ്കിൽ ഞാൻ പൊയ്ക്കൊള്ളുകാമെന്ന് പറഞ്ഞ് പുറത്തേക്കിറങ്ങി. അപ്പോൾ അതാ നിർദ്ദയനായ ഒരു മനുഷ്യൻ തന്റെ കയ്യിലിരുന്ന കാപ്പി കമ്പുകൊണ്ട് ആ പരിശുദ്ധ പിതാവിന്റെ പുറത്ത് ആഞ്ഞടിച്ചു. സകലവും സഹിച്ചു. ദൈവത്തിന്റെ അഭിഷിക്തനെ അടിച്ചവർക്ക് ദൈവം തക്ക ശിക്ഷ നൽകുകയും ചെയ്തു. 1958 ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം യാക്കോബായ വിഭാഗത്തിന്റെ കേസ് ചിലവ് സഹിതം തള്ളി മലങ്കര സഭയ്ക്ക് അനുകൂലമായി വിധി പ്രസ്താവിച്ചു. എന്നാൽ സമാധാനകാംക്ഷിയായ മലങ്കരയുടെ പരിശുദ്ധ പിതാവ് കല്ലാശ്ശേരി പിതാവ് പരിശുദ്ധ ഗീവർഗീസ് തൃതീയൻ ബാബ വിധിച്ച പണം പോലും കൈപ്പറ്റാതെ സമാധാനത്തിനായി നിലകൊണ്ടു. അന്ത്യോക്യൻ പാത്രികീസിനെ മലങ്കര സഭ ഭരണഘടനയ്ക്ക് അനുസൃതമായി സ്വീകരിച്ചു. വൃദ്ധൻ പുന്നൂസ എന്ന് പരിശുദ്ധ പിതാവിനെ പരിഹസിച്ചവർ ആ പരിശുദ്ധ പിതാവിന്റെ തൃക്കൈകൾ മുത്തി അനുഗ്രഹം പ്രാപിച്ചു. സമാധാനത്തിന്റെ നല്ല നാളുകൾ. മലങ്കരയിൽ സ്നേഹത്തിന്റെ വസന്തമൊഴുകി. ആദ്യകാലങ്ങളിൽ യാക്കോബായ വിഭാഗക്കാരനായിരുന്ന ഔഗേൻ മാർ തീമോത്തിയോസ് ഔഗേൻ പ്രഥമൻ എന്ന പേരിൽ മലങ്കരയുടെ 4ാം കാതോലിക്കയുമായി. തുടർന്ന് നടന്ന മെത്രാൻ തിരഞ്ഞെടുപ്പിൽ ശരിയായ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത, ഒരു യോഗ്യതയുമില്ലാത്ത
പെരുമ്പള്ളി അച്ഛനും തോമസ് അച്ഛനും പരാജയപ്പെട്ടു. ഇവരുടെ കുൽസിത ശ്രമങ്ങളുടെ ഫലമായി പാത്രികീസ് ബാബായുടെ 203 നമ്പർ കൽപ്പന വന്നു. എന്താണെന്നറിയാമോ ആ കൽപ്പന? എന്താണ് ആ കൽപ്പന? നമ്മുടെ കർത്താവിന്റെ ശിഷ്യനായ പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായ്ക്ക് പട്ടത്വമില്ലെന്ന്. ഇതിനെതിരെ മലങ്കര സഭ അതിശക്തമായി പ്രതികരിച്ചു. സാത്താന്റെ ശിഷ്യന്മാർ അന്നും മലങ്കരയിൽ ഉണ്ടായിരുന്നു. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ തങ്ങൾക്കൊരിക്കലും മെത്രാന്മാരാകാൻ പറ്റുകയില്ലെന്നറിഞ്ഞ തോമസ് അച്ഛനും പെരുമ്പള്ളി അച്ഛനും മുങ്ങി. പിന്നെ പൊങ്ങിയതോ മെത്രാന്മാരായി. മലങ്കരയിൽ ഒരു ചൊല്ല് തന്നെ ഉണ്ടായി: ഇക്കരെയുള്ള അച്ഛൻ കുഞ്ഞുങ്ങൾ അക്കരെ ചെന്നപ്പോൾ മെത്രാന്മാരായി. ഈ തോമസ് അച്ഛനെ അറിയുമോ നിങ്ങൾക്ക്? മാധ്യമ പ്രവർത്തകരെ കാണുമ്പോൾ കള്ളക്കരച്ചിൽ നടത്തുന്ന, തന്റെ സ്ഥാനം നിലനിർത്താൻ വേണ്ടി എന്ത് സൂത്രപ്പണിയും ഒപ്പിക്കുന്ന ശ്രേഷ്ഠ കാതോലിക്ക എന്ന് പറയപ്പെടുന്ന തോമസ് പ്രഥമൻ വിലയ്ക്ക് വാങ്ങിയ മെത്രാൻ പട്ടവുമായി സമൂഹത്തിൽ കറങ്ങുന്ന ഇവരെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെ പാടുവാൻ തോന്നുന്നു: നിന്റെ പേരിൽ ഞങ്ങൾ ഇറക്കും വേലകൾ, തിരുനാമവും ധരിച്ചു ചെയ്യും വേലകൾ, ഭൂവിൽ ഞങ്ങൾ കാണും വേലതല്ല എന്റെ വാടിനായി മാത്രം ഭാവിക്കണമേ. ഭൂവിൽ ഞങ്ങൾ കാണും വേലതല്ല എന്റെ വാടിനായി മാത്രം ഭാവിക്കണമേ. എല്ലാം എന്റെ മഹത്വത്തിനല്ല എന്നെ നിലനിൽപ്പിനാ. രണ്ടാം സമുദായ കേസ് ആവിർഭവിച്ചു. മാത്യൂസ് പ്രഥമൻ മലങ്കരയുടെ 5ാം കാതോലിക്കയുമായി. മാർത്തോമ എന്ന സ്ഥാനം തന്റെ പേരിനോട് കൂട്ടിച്ചേർത്ത ഈ പരിശുദ്ധ പിതാവ് മലങ്കര സഭയുടെ ഉരുക്കു മനുഷ്യനായി. 6ാം കാതോലിക്ക മലങ്കരയുടെ സൂര്യ തേജസ്. മാത്യുസ്തുതിയൻ കാതോലിക്ക ബാബയുടെ കാലത്താണ് 1995 സുപ്രീം കോടതി മലങ്കര സഭയ്ക്ക് അനുകൂലമായി വിധി പ്രസ്താവിച്ചത്. സമാധാനകാംക്ഷിയായി പരിശുദ്ധ പിതാവ് മലങ്കര സഭയുടെ യോജിപ്പിനായി എന്തു വിട്ടുവീഴ്ച ചെയ്തിട്ടും വിഘടിത വിഭാഗം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. 7ാം കാതോലിക്ക ദിദിമോസ് ബാബയുടെ കാലത്താണ് മലങ്കരയിൽ ഏറ്റവും കൂടുതൽ മെത്രാന്മാരെ വാഴിച്ചതും കോട്ടയത്ത് മഹാസമ്മേളനം നടത്തപ്പെട്ടതും. ഇപ്പോൾ ഇതാ ഒരു വെള്ളി നക്ഷത്രം സഭയുടെ 8ാം കാതോലിക്കയായി കുന്നംകുളത്തിന്റെ പ്രിയപുത്രൻ പരിശുദ്ധ ബസേലിയോസ് പൗലോസ് തൃതീയൻ കാതോലിക്ക ബാബ തന്റെ അജഗണങ്ങളെ വിശ്വാസത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് സത്യപാതയിൽ നയിക്കുന്നു. കുഞ്ഞിനെ ജഗണങ്ങളെ വിശ്വാസത്തിൽ നയിച്ചിരുന്നു. പരിശുദ്ധ പിതാവേ വാഴ്ക വാഴ്ക കൽപ്പാന്തകാലത്തോളം മാർത്തോമായുടെ ദീവശിഖ. ജയ് ജയ് കാതോലിക്കോസ്, 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 ജയ് ജയ് കാതോലിക്കോസ്. 2002 പുത്തൻ കുരിശിൽ വെച്ച് പ്രത്യേക ഭരണഘടന ഉണ്ടാക്കി. സൊസൈറ്റിയായി പിരിഞ്ഞുപോയവർ ഇന്ന് മലങ്കര സഭയുടെ പള്ളികളിൽ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. മലങ്കര സഭയെ ജീവനേക്കാൾ സ്നേഹിച്ച ആന പാപ്പിയെയും
യൗനാൻ കുഞ്ഞിനെയും മലങ്കര വർഗീസിനെയും കൊന്നൊടുക്കിയവർ, പരിശുദ്ധ ഔഗേൻ ബാബായെ കാപ്പി കമ്പ് കൊണ്ടടിച്ച കാപാലികർ, ദൃശ്യ മാധ്യമങ്ങളെ കാണുമ്പോൾ കള്ളക്കരച്ചിൽ നടത്തുന്ന കപടവേഷധാരികൾ, ഇവരെ നാം തിരിച്ചറിയണം. മലങ്കര സഭ അപ്പോസ്തലനാൽ സ്ഥാപിതമാണ്. മറ്റ് യാതൊരു സഭയ്ക്കും ഇതിന്റെ മേൽ അധികാരമോ അവകാശമോ അതീശത്വമോ ഇല്ല. ഇതിലെ അംഗങ്ങൾ എന്നുള്ള നിലയിൽ നാം ഓരോരുത്തരും അഭിമാനിക്കണം. നാം ആരുടെയും അടിമകളല്ല, നമ്മുടെ സഭയും അടിമയല്ല. നാം സ്വതന്ത്രമാണ്, നമ്മുടെ സഭയും സ്വതന്ത്രമാണ്. അന്ത്യോക്യൻ സഭ മലങ്കര സഭയുടെ തലയല്ല, മലങ്കര സഭ അന്ത്യോക്യൻ സഭയുടെ വാലുമല്ല. തലയും ഉടലും വാലും മലങ്കരയിൽ തന്നെയുള്ള സ്വയം ശീർഷകത്വമുള്ള സഭയാണ് മലങ്കര ഓർത്തഡോക്സ് സഭ. വട്ടച്ചേരിൽ തിരുമേനി നേടിത്തന്ന സ്വാതന്ത്ര്യം, മലങ്കരയിലെ പരിശുദ്ധ പിതാക്കന്മാർ ജീവൻ നൽകി നേടിത്തന്ന സ്വാതന്ത്ര്യം ഒരു വിദേശ ശക്തിക്കും അടിയറ വയ്ക്കരുത്. ഭാരതത്തിലെ ക്രൈസ്തവ സഭകൾ ഒന്നാകണമെന്ന് വൃഥാ വിലപിക്കുന്നവർ ഓർക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. കേരളത്തിലെ ഭാരതത്തിലെ ക്രൈസ്തവ സഭകൾ ഒന്നാകുന്നുവെങ്കിൽ അത് വിദേശത്തുള്ള സഭാധികാരികളുടെ കീഴിലല്ല, പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായുടെ ശ്ലൈഹിക സിംഹാസനത്തിൽ വാണരുളുന്ന പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തായുമായ പരിശുദ്ധ ബസേലിയോസ് പൗലോസ് തുതിയൻ കാതോലിക്ക ബാബായുടെ കീഴിലാണ്. അന്ത്യോക്യൻ അധീശത്വത്തെ തകർത്തെറിഞ്ഞ മലങ്കര സഭയുടെ മോശയായ വട്ടച്ചേരിൽ തിരുമേനിയുടെ പിൻഗാമിയായി യോശുവയെ പോലെ തന്റെ അജഗണങ്ങളെ വിശ്വാസത്തിൽ നയിക്കുന്ന പരിശുദ്ധ കാതോലിക്ക ബാബായോടുള്ള വിശ്വാസവും കൂറും പ്രഖ്യാപിച്ചുകൊണ്ടും ആ പിതാവിന്റെ കരങ്ങൾക്ക് ശക്തി പകരുന്ന പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനോദോസിനോടുള്ള ആദരവ് അറിയിച്ചുകൊണ്ടും സഭാ ഭരണഘടനയ്ക്ക് വിധേയമായി പരിശുദ്ധ ബാബാ തിരുമേനിയോട് ചേർന്ന് മലങ്കര സഭയുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി അക്ഷീണം യത്നിക്കുന്ന വൈദിക ട്രസ്റ്റി റവറൻഡ് ഫാദർ ഡോക്ടർ ജോൺ എബ്രഹാം കോനാട്ട്, അൽമായി ട്രസ്റ്റി ശ്രീ MG ജോർജ് മുത്തൂറ്റ്, അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ് എന്നിവരുടെ പ്രവർത്തനങ്ങളെ ശ്ലാഘിച്ചുകൊണ്ടും പരിശുദ്ധ പിതാവിന്റെ മുന്നിൽ ഒന്നായി അണിനിരന്നുകൊണ്ട് ദൃഢസ്വരത്തിൽ നമുക്കും പാടാം. സിംഹാസനത്തിൽ പിതാവേ, കിഴക്കിന്റെ ഒക്കെയും വന്ധ്യകാതോലിക്ക ആമോദമായി വാഴ്ക നീട, ആമോദമായി വാഴ്ക നീട, ആമോദമായി വാഴ്ക നീട. ഭാരത ഭാഗവിധാത സാബു സിന്ധു ഗുജറാട്ട മറാഠ ദ്രാവിഡ ഉത്കല ബംഗ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജലധിതരംഗ തബ ശുഭ നാമേ നാഗേ तब शुभ आशीष मांगे लागे तब जय गाता जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय 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 हे. രാജ്യത്തോടുള്ള കൂറും വിശ്വാസവും പ്രഖ്യാപിച്ചുകൊണ്ടും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി അവസാനം വരെ പോരാടുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ടും ഞങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകിയ അഭിമന്യ സേവരിയോസ് തിരുമേനി, മലങ്കര സഭ ചീഫ് എഡിറ്റർ, മാസിക ചീഫ് എഡിറ്റർ ബഹുമാന്യനായ ജോൺ തോമസ് കരിങ്ങാട്ടിൽ അച്ഛൻ, ഇതിവിടെ അവതരിപ്പിക്കുവാൻ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു തന്ന റിസപ്ഷൻ കമ്മിറ്റി ചെയർമാൻ ദിമത്രിയോസ് തിരുമേനി, കൺവീനർ റോണി കരിപ്പുഴ എന്നിവരോടുള്ള നന്ദിയും ആദരവും അറിയിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. ജയ് ജയ് കാതോലിക്കോസ്, जय जय ജയ് ജയ് കാതോലിക്കോസ്, जय जय ജയ് ജയ് കാതോലിക്കോസ്. जय जय कातोलिकोस. നന്ദി, നമസ്കാരം.